ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് 27,312 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ മീറ്ററിൽ റീഡിംഗ് ആയിട്ട് കാണിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ് എത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ഉണ്ട്. ആക്സിലേറ്റർ നമ്മൾ ഒരുപാട് ബലം പിടിച്ച് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. നമുക്ക് പീരിയോഡിക് സർവീസിൻ്റെ ഭാഗമായിട്ട് ജനറൽ സർവീസിന് കയറ്റിയാണ്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് തുടങ്ങിയ ബാക്കിയത്തെ ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നോക്കുമ്പോൾ ഇതുമ്പോൾ പുതിയ ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ബാക്ക് വീൽ ഈ ഒരു ഷാഫ്റ്റുമ്മയാണ് ബാക്ക് വീൽ പിടിപ്പിക്കുക. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബാക്ക് വീല് നമ്മൾ അഴിച്ചു, ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി നിലവിൽ ഹബ്ബ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. കാരണം ലൈനർ ഒരേമ കുറേ പൊടിയിനകത്ത് വരും, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. ഹബ്ബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലയിൻസോ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഇവിടേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഗിയർ ബോക്സിലെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാൽ ഇതതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഓയിലിൻ്റെ ലെവൽ ബോൾട്ടാണ്. അപ്പോൾ ഓയിൽ ലെവൽ കുറവാണ് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഗിയർ ഓയിലൊന്നും മാറ്റി ഫില്ല് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഗിയർ ഓയിൽ മാറ്റേണ്ട ഒരു ടൈമാണ്. കാരണം ഇതിനകത്തേക്ക് ആകെ 120 മില്ലി ഓയിലാണ് നമുക്ക് ഇതിനകത്ത് വരാം. അതിനകത്തേക്ക് ഓയിൽ മിക്സ് ചെയ്യുന്നത് ഓയിൽ മാറ്റി പുതിയത് ഫില്ല് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് നമ്മൾ കിടക്കണേ. ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി തൽക്കാലം റീസെറ്റ് ചെയ്യാം. പിന്നീട് നമുക്കത് മാറ്റണ സമയത്ത് കമ്പനി ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ കുറയും. അതേപോലെ തന്നെ കാർബറേറ്ററിനകത്തേക്ക് പോണ എയർ സർക്കുലേഷൻ കുറയണതിൻ്റെ അനുസരിച്ചിട്ട് മൈലേജ് ഷോട്ട് അങ്ങനെ പല പ്രശ്നങ്ങളും ഈ എയർ ഫിൽറ്ററുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. തൽക്കാലം നമ്മളെന്തെങ്കിലും മേടിച്ചിട്ടാണ് സ്ഥിതിക്ക് പരമാവധി ഉപയോഗിക്കാം. അതിനുശേഷം മാറ്റി ഇടണ സമയത്ത് ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ ക്ലച്ച് ഗ്രീസിങ്ങിന് വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ്, ഫ്രണ്ട് ബുഷ് ഗ്രീസിങ് ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചേക്കണതാണ് ക്ലച്ചിൻ്റെ ഭാഗം. നമ്മളതിനകത്ത് ഓരോ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇതതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ടൈപ്പ് കാര്യങ്ങളൊക്കെയാണത്. അതിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ റോളറിനൊക്കെ ചെറിയ തേമാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കംപ്ലയിൻറ്റ്സ് എന്ന് പറയാവുന്ന ഒരു സ്റ്റേജിലേക്കൊന്നും ആയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വർക്കിംഗ് നോക്കിയാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. പക്ഷേ പുതിയ ബെൽറ്റാണ്. അപ്പോൾ പരമാവധി ഉപയോഗിക്കാം. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിൽ കൂടെ മാറ്റി ഇടുന്ന സമയത്ത് ഇതൊക്കെ ഒറിജിനൽ പാർട്സിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ്, ക്ലച്ച് ഷാഫ്റ്റ് സൈഡ് ഓയിൽ സീലൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റൊക്കെ ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വർക്കിംഗ് ഒക്കെ സ്മൂത്താണ്. ക്ലച്ച് ഔട്ടർ ആയാലും കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കുന്നു, ക്ലീൻ ചെയ്ത് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് നോക്കിയാണ്. പക്ഷേ ഈ ആക്സിലേറ്റർ കേബിൾ നമുക്ക് എടുക്കുന്ന സമയത്ത് ഒരുപാട് ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അത് സ്ഥിരം ഓടിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ കസ്റ്റമർക്ക് അത് മനസ്സിലാവണമെന്നില്ല. എന്നാൽ നിലവിലത് കംപ്ലയിൻ്റ് ആണ്. ആ കംപ്ലയിൻറ്റിൻ്റെ ആരംഭമാണ്. മാറ്റിയിടുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. വേറെ ചോക്ക് കേബിളൊക്കെ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ്, വാൽവ് ക്ലിയറൻസ് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, ചെറിയൊരു അടിയുണ്ട്. നമുക്ക് അടുത്ത സർവീസിൽ എന്തെങ്കിലും നോക്കിയിട്ട് കൂടുതലായിട്ട് വരാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് നയിച്ചിട്ടൊന്ന് വാൽവ് സെറ്റ് ചെയ്തിടാം. ചെറിയൊരു സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുള്ളൂ, കാര്യമായിട്ടുള്ള പ്രശ്നമില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് അടുത്ത സർവീസിലേക്ക് ചെയ്താൽ മതി. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റാണ് ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടിക്കും കോമൺ ആയിട്ട് തന്നെ പ്രശ്നം. കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ E20 പെട്രോൾ ആയതുകൊണ്ട് അതുമായി റിലേറ്റഡ് ആയിട്ട് കംപ്ലയിൻറ്റ്സ് വരാമെന്ന് പറഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ ആണ് മെയിൻ കംപ്ലയിൻറ്റ്. നമ്മുടെ വണ്ടിക്ക് അങ്ങനത്തെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അങ്ങനെ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻസ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കാർബറേറ്റർ ക്ലീനിങ് ജനറൽ സർവീസിൽ വരുന്നതല്ല, നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട കേസാണ്. പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് കാർബറേറ്ററിൻ്റെ ഭാഗം അഴിക്കാതിരിക്കണമാണ് ഏറ്റവും നല്ലത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളിത് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബുഷുകൾക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഈ ഫ്രണ്ടിലെ ഈ ലെഫ്റ്റ് സൈഡിലത്തെ ഷോക്കിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ ഓയിൽ നനവ് കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഷോക്ക് ഫെയിൽഡായി തുടങ്ങിയേക്കണതാണ്. നമുക്ക് നെക്സ്റ്റ് സർവീസിൽ നോക്കാം. അതിൻ്റെ പെർഫോമൻസ് മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസ് നമുക്ക് മാറ്റിക്കളയാം. അതല്ലെങ്കിൽ പരമാവധി ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ്, 2026 ബാറ്ററിയാണ് കേട്ടോ. ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കിട്ടുന്നുള്ളൂ. വേറെ സർവീസിൻ്റെ ഭാഗമായിട്ട് റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് അയച്ചാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഫ്രണ്ടിലത്തെ ഈ ബ്രേക്കിൻ്റെ കേബിളുകളും ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സർവീസിൽ ചെക്ക് ചെയ്യാം. കൂടുതൽ പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നേക്കും. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്യാമൊക്കെ അയച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് വീൽ ബെയറിങ്ങിന് പറയുന്ന കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. ഒരല്പം ലെവൽ കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യമായിട്ടില്ല, ഏകദേശം ഒരു 100 മില്ലി 150 മില്ലി ഓയിൽ കുറവുണ്ട്. സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ജനറലായിട്ടുള്ള സർവീസാണ് മെയിനായിട്ട് വരാം. അതിന് പുറമെ നമ്മൾ അഡീഷണലായിട്ട് ചെയ്യേണ്ടി വന്നത്
ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ കേബിളാണ് നമുക്ക് വരാം കേട്ടോ. ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ഉണ്ട്. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് ഒന്ന് പറയാം, നമുക്ക് അതനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ പരമാവധി നേരത്തെ ചെയ്യാം, റിപ്ലൈ ഇടാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് കുറച്ച് ലേറ്റായിട്ട് വണ്ടി വർക്കിന് കയറിയേക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് തന്നെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യണം. പിന്നെ വാട്ടർ സർവീസിൻ്റെ കേസും ഒരു സംശയമായിരിക്കും തീരുമെന്നുള്ള കേസ്. നാളെ ഒരു 10-11 മണി ആകുമ്പോഴത്തേക്ക് എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ വാഷിംഗ് അടക്കം നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, വീഡിയോ കണ്ടു കഴിയുമ്പോൾ റിപ്ലൈ ഇട്ടോളൂ കേട്ടോ.